മാപ്പ് പറയേണ്ട ആളാണോ വന്ന് മാപ്പ് പറഞ്ഞത്? മാപ്പ് പറയേണ്ട ആളാണോ അഞ്ജലിയാണോ വന്ന് മാപ്പ് പറയേണ്ടത്? ഈ പറഞ്ഞ ആളെന്ത് ചെയ്യേ? ആ പറഞ്ഞ ആളൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇതുവരെ വായും കൂടി കിട്ടി മിണ്ടാതിരിക്കുക. ഇത് ഫസ്റ്റ് ടൈം അല്ല, രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ പ്രയോഗം, ഈ പർട്ടിക്കുലർ വേർഡ് വീണ്ടും അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് മുമ്പുള്ളൊരു വീഡിയോ ഉണ്ട്, ഒരു ബൈക്കിനകത്ത് ഇതുപോലെ ഒരു വീഡിയോ ഉണ്ട്, ബൈക്കിനെ ചുറ്റുള്ള വീഡിയോ. അത് ഇത് കിടപ്പുണ്ട്. അതിനകത്ത് ഇതേ വീടിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷെ ഇത് അഹങ്കാരവും അത് സാമർത്ഥ്യവും ഒക്കെ കൂടിയുള്ളൊരു, എന്താ പറയാതിനെ. ഇപ്പം അവരെന്ത് വേണ്ടി വേദനിച്ചിടന്ന് ആലോചിച്ചിരിക്കും. അവർക്ക് കുടുംബമില്ലേ, കുട്ടികളില്ലേ? ഇങ്ങനെയൊക്കെയാണ് അവർ ഒരു 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 പ്രാങ്ക് വീഡിയോ ചെയ്യുന്നത്. അതിനൊരു എല്ലാത്തിനും ഒരു മാന്യതയില്ല, അതിനൊരു അന്തസ്സുണ്ട്. ഇവർ ആ ഒരു മഹതി എന്ന് പറഞ്ഞ ഒരു കലയിൽ ഇവർ അവതരിച്ചേക്കുന്നത്. അവരെനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല മാന്യമായിട്ടുള്ള സ്ത്രീയാണ് തോന്നുന്നു. അവരത് ആ ഒരു വേർഡ് കേട്ടപ്പോൾ തന്നെ അവരാ ഫോൺ കട്ട് ചെയ്തു. വേറെ ആരെന്ന് വെച്ച് നോക്കി. പ്രാങ്ക് വീഡിയോ ഒക്കെ എല്ലാം ഒരു ആവശ്യത്തിനാണ്. ഒരു പരിധി വിട്ട് കഴിഞ്ഞുണ്ടല്ലോ എല്ലാം അധികമായാലും അമൃതും വിഷമാണ് കേട്ടോ. നല്ല പരിപാടി ഇത് വരും. കൊള്ളാം. സമൂഹത്തിന് കൊടുക്കുന്ന നല്ല. എനിക്ക് ഈ പറയുന്ന ആൾക്ക് അച്ഛനും അമ്മയും വീട്ടുകാരൊക്കെ കാണുമായിരിക്കുമല്ലോ. അവരടുത്തൊന്നും പറയുന്നത് ഇപ്പൊ വേർഡ് പറയുമോ? ഈ വേർഡ് ഈ പർട്ടിക്കുലർ വേർഡ് അവരെ പറയുമോ? ഇല്ലല്ലോ. പ്രാങ്ക് എല്ലാം പ്രാങ്ക് വീഡിയോ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നുന്ന ദിവസം വിളിച്ച് പറയാം, എന്ത് പോക്കത്തിലും വിളിച്ച് പറയാം. ഇതാണോ പ്രാങ്ക് വീഡിയോ? ഇങ്ങനെയാണോ പ്രാങ്ക് വീഡിയോ ചെയ്യുന്നത്? എത്രയോ പ്രാങ്ക് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അഹങ്കാരമാണ്, അഹങ്കാരം. എന്തും വിളിച്ച് പറയാനുള്ള ലൈസൻസ് അവർക്ക് കൊടുത്തിട്ടുള്ള ആർക്കും കൊടുത്തിട്ടില്ല. എന്തും വിളിച്ച് പറയാനുള്ള അവർക്ക് എന്ത് വേണ്ടി തന്നെ ചെയ്യണമെന്ന് ചോദിക്കുക. അവർക്ക് കുടുംബമില്ലേ, കുട്ടികളില്ലേ? ഇങ്ങനെയുള്ള വീഡിയോ ഇവർ ഇത്രയും വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഈ സോഷ്യൽ മീഡിയ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുക വീഡിയോ ഇപ്പം ഒരു 2-3 ദിവസം കൊണ്ട്. അവർ കുടുംബം എന്ന് ചോദിക്കുക. എന്ത് വരിക്കും അവരുടെ അവസ്ഥ? അവർ വളരെ മാന്യമായിട്ടുള്ള സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർ ആ പർട്ടിക്കുലർ വേർഡ് അത് കേട്ടപ്പോൾ തന്നെ അവർ ആ ഫോൺ കട്ട് ചെയ്തു. അവരുടെ മാന്യത കൊണ്ട്. ഇവർക്കത് ചിരിയും കോമാളത്തിനും അവരുടെ ഒരു ഉല്ലാസവും അതൊക്കെയാണ് അവർക്ക് നോക്കുന്നത്. കാരണം അവർക്ക് തൊഴിലുണ്ട്, ആ തൊഴിലാണ് അവരെ അഭിമാനിച്ചിരിക്കുന്നത്. തിരിച്ച് ഈ പറയുന്ന ഈ വിളിച്ച ആളെ തിരിച്ച് വിളിച്ചതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമം ഉണ്ടാകത്തില്ലേ? ഇവർക്ക് കുടുംബവും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, സമൂഹം അത് കാണുന്നതല്ലേ. അതിനെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്തൊരു 2 വ്യക്തികളാണ് ഈ കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് കോപ്രായം കാണിക്കുന്നത്? വീഡിയോ പലതരം വീഡിയോ ഉണ്ട്, യൂട്യൂബേഴ്സിൽ ഒരുപാട് കിടപ്പുണ്ട് വീഡിയോ. ഒരു തൊഴിലിനെ അപമാനിച്ചാണ് ഈ വീഡിയോ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു വാക്ക് പറയുമ്പോൾ ഒരു ചെറിയൊരു വാക്ക് മതി. മറ്റുള്ളവർ എങ്ങനെ എടുക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കുന്നു, അല്ലെ ഈ പറഞ്ഞ അവർക്ക് കുടുംബമുണ്ട്, അല്ല അവർക്ക് കുട്ടികളുണ്ട്, ഇതെല്ലാവരും കാണുന്നതാണ് ഈ വീഡിയോ. ഈ വീഡിയോ ഇത് ഓഡിയോ ആണെങ്കിൽ ഓക്കെ, ഇത് അവർ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടേക്കാണ്. ആ വീഡിയോ എല്ലാവരും കാണും. ഒരാൾ ഷെയർ ചെയ്ത് വാട്സപ്പിലിട്ട് ഷെയർ ചെയ്ത് അങ്ങനെ ഷെയർ ചെയ്ത് പോകും. ചിലപ്പോൾ അവർ കാണാൻ ഇടയുണ്ട്. അവരൊരു മാന്യമുള്ള സ്ത്രീ ആയതുകൊണ്ട് അവർ ആ വേർഡ് ഉപയോഗിച്ചപ്പോൾ തന്നെ അവർ ആ ഫോൺ കട്ട് ചെയ്തു. അത് അവരുടെ മാന്യത. എന്നിട്ട് ഇവർ അവർക്കൊരു തമാശ അല്ലെങ്കിൽ ഒരു കോമാളിത്തരം, അവർക്ക് വരുമാനം, യൂട്യൂബിൽ നിന്നുള്ള വരുമാനം, അതിന് എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ആക്കി എടുക്കരുത് കേട്ടോ. ദൈവത്തെ അവർക്ക് ഇത് എത്ര പേര് കാണുന്ന വീഡിയോ എന്നറിയുന്നത്? എത്ര പേര്? ഈ ആൾക്കാരെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ ഈ കലയെക്കുറിച്ച് ഇങ്ങനെ അപമാനിച്ചേക്കുന്നതിന്? അവർ ചെയ്യുന്ന തൊഴിലിലാണ് അവർ അപമാനിച്ചേക്കുന്നത്. ഇതുപോലെ വീഡിയോ ചെയ്യണം കേട്ടോ, ഇനി പോലെ കേട്ടോ. നല്ല വീഡിയോസ് കേട്ടോ, കൊള്ളാം സൂപ്പർ വീഡിയോസ്, നല്ല വീഡിയോസ് ഇനിയും ചെയ്യണം. വളരെ ഇങ്ങനെ ഇതേ രീതി മുമ്പോട്ട് പോകണം കേട്ടോ.